ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ കൂട്ടുകാർക്കും പൊളിറ്റിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിലെ കേന്ദ്ര എക്സിക്യൂട്ടീവിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതിലെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, പിന്നെ മന്ത്രിസഭ. ഇതിൽ മന്ത്രിസഭയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ നമ്മൾ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നിവരെക്കുറിച്ചും അവരുടെ ചുമതലകളെക്കുറിച്ചുമൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ്. സംസ്ഥാനത്തിൽ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നിങ്ങനെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ ഘടന. ഗവർണർ, ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി, പിന്നെ മന്ത്രിസഭ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതിൽ ഗവർണർ എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ അതേ പദവിയാണ്. കേന്ദ്രത്തിൽ എങ്ങനെയാണോ പ്രസിഡൻറ്റിൻ്റെ പദവി, ആ ഒരു പദവിക്ക് തുല്യമായ പദവിയാണ് സംസ്ഥാനത്തിൽ ഗവർണർക്കുള്ളത്. അതുപോലെ പ്രധാനമന്ത്രിയുടെ പദവി അതേ പദവിയാണ് സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർക്കുള്ളത്. പിന്നെ മന്ത്രിസഭ, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിസഭയുണ്ട്. അപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടതുള്ളൂ. അതിൻ്റെ ഘടന, കേന്ദ്രത്തിൽ എന്താണോ പ്രസിഡൻറ്റിൻ്റെ അധികാരം, എന്താണോ എന്ന് പറഞ്ഞാൽ സെയിം അല്ല, ആ പദവിക്ക് തുല്യമായിട്ടുള്ള അധികാരങ്ങളാണ് സംസ്ഥാനത്തിൽ ഗവർണർക്കുള്ളത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്, അതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾക്ക് അനുമതി നൽകുന്നതൊക്കെ ആരാണ്? ഗവർണറാണ്. അതുപോലെ സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് ഭരണത്തിൻ്റെ നേതാവ്, സർക്കാരിൻ്റെ നേതാവ് ഒക്കെ. പിന്നെ മന്ത്രിസഭ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ വിവിധ തരം എക്സിക്യൂട്ടീവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ വിവിധ തരം എക്സിക്യൂട്ടീവുകൾ ലോകത്തിൽ നിലവിലുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് എക്സിക്യൂട്ടീവ്. ഫോംസ് ഓഫ് എക്സിക്യൂട്ടീവ് അതായത് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ ഓരോ രാജ്യത്തും ഉണ്ടായിരിക്കും. പ്രധാനമായും 2 തരത്തിലുള്ള എക്സിക്യൂട്ടീവുകളാണ് ഉള്ളത്. 2 തരത്തിലുള്ള എക്സിക്യൂട്ടീവുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അഥവാ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിരം എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്, അതായത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, വൈസ് പ്രസിഡൻറ്റ്, മുഖ്യമന്ത്രി, ഗവർണർ, മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ മുതലായിട്ടുള്ള രാഷ്ട്രീയപരമായി തിരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവുകളാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി 5 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കോ തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവുകളാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. അത് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നതായാലും രാജ്യഭരണത്തിലൂടെ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ളതായാലും അവരാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. തികച്ചും രാഷ്ട്രീയപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവുകളാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വിഭാഗമോ അവരൊരിക്കലും രാഷ്ട്രീയപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല. സ്ഥിരം എക്സിക്യൂട്ടീവുകളെ തിരഞ്ഞെടുക്കുന്നത് ഒരു നിശ്ചിത യോഗ്യത, വിദ്യാഭ്യാസം മുതലായവയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കില്ല തിരഞ്ഞെടുക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം, യോഗ്യത എന്നിവക്കനുസരിച്ച് അവരുടെ പെൻഷൻ പ്രായം എത്തുന്നത് വരെ തിരഞ്ഞെടുക്കുക മീൻസ് പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവുകളാണ് ഇവർ. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വിഭാഗം, അവർ പരീക്ഷകളിലൂടെ ഒരു നിശ്ചിത യോഗ്യതക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അല്ലേ? മത്സര പരീക്ഷകളിലൂടെയൊക്കെയാണ് അവർ ആ പദവിയിലെത്തുന്നത്.
അവർക്കൊരു നിശ്ചിത കാലയളവല്ല, മറിച്ച് അവരുടെ പെൻഷൻ പ്രായം എത്തുന്നത് വരെയും അവർക്ക് ആ ഒരു സർവീസിൽ തുടരാവുന്നതാണ്. അപ്പോൾ ഇത്തരക്കാരാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്ഥിരം എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. സ്ഥിരം എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി മീൻസ് ഉദ്യോഗസ്ഥ വൃന്ദം, ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമാണ്. ഇതാണ് ബ്യൂറോക്രസി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്യൂറോക്രസി അഥവാ സ്ഥിരം എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു രാഷ്ട്രത്തിൽ 2 തരത്തിലുള്ള എക്സിക്യൂട്ടീവാണുള്ളത്. ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ച പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഗവർണർ മുതലായി രാഷ്ട്രീയപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവുകളാണ്. രാഷ്ട്രീയപരമായി ഭരണം നിർവഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കല്ലാതെ നിശ്ചിത യോഗ്യതക്കനുസരിച്ച്, വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവരുടെ പെൻഷൻ പ്രായം എത്തുന്നത് വരെ ഭരണത്തിൽ ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളെ സഹായിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയെ കുറിച്ചാണ്. എന്താണ് ബ്യൂറോക്രസി? എന്തൊക്കെയാണ് ഇവരുടെ ചുമതലകൾ? ബ്യൂറോക്രസി എന്നാൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളെ ഭരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളെ ഭരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടമാണ് ബ്യൂറോക്രസി. ഇതിൽ ഒരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്യൂൺ മുതൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറി വരെയുള്ളവർ അംഗങ്ങളാണ്. അപ്പോൾ ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണനിർവഹണത്തിൽ സർക്കാരിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ മീൻസ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ സഹായിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ബ്യൂറോക്രസി. ഇന്ത്യയിലെ ബ്യൂറോക്രസിയെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇന്ത്യയിലെ ബ്യൂറോക്രസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിവിൽ സർവീസ്. സിവിൽ സർവീസാണ് ഇന്ത്യയിലെ ബ്യൂറോക്രസിയുടെ അടയാളമായിട്ട് നമ്മൾ പറയുന്നത്. എന്താണ് സിവിൽ സർവീസ്? ഏതൊക്കെയാണ് സിവിൽ സർവീസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന? അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സിവിൽ സർവീസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന. ഇന്ത്യയിലെ സിവിൽ സർവീസ് എന്ന് പറയുന്നത്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ക്ലാസിഫിക്കേഷൻ, തരംതിരിവ് പ്രധാനമായും 3 എണ്ണമാണ് ഉള്ളത്. ഒന്നാമത്തേതാണ് ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ്. രണ്ടാമത്തേത് സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ്. മൂന്നാമത്തേതാണ് സ്റ്റേറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ സംസ്ഥാന സർവീസ്. അപ്പോൾ ഇന്ത്യയിലെ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ഥിരം എക്സിക്യൂട്ടീവുകളെ നമ്മൾ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ്, സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ്, സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ആവശ്യത്തിനായി ഇന്ത്യയിലെ ഏത് പ്രദേശത്തോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തോ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ IAS, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള എല്ലാവരും തന്നെ ഓൾ ഇന്ത്യ സർവീസിലാണ് ഉള്ളത്. അതുപോലെ IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സർവീസ്. അതുപോലെ IFS, ഇതെല്ലാം അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസാണ്. UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇവർക്കുള്ള പരീക്ഷ നടത്തുന്നത്. അവർ നടത്തുന്ന ഈ UPSC നടത്തുന്ന മത്സര പരീക്ഷയിൽ യോഗ്യത നേടുന്നവരാണ് ഈ അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലെത്തുന്നത്.
42-ാം ഭരണഘടനാ ഭേദഗതി ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിന് രൂപം നൽകിയിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസും പിന്നീട് ഈ ഓൾ ഇന്ത്യ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ള ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസിലുള്ളത്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണിത്. ഈ ഉദ്യോഗസ്ഥരുടെ നിയമങ്ങൾ നടത്തുന്നതും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര സർവീസ്. മറ്റേ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിലും സംസ്ഥാന ഗവൺമെൻറ്റിലും ഒരുപോലെ അവർക്ക് ജോലി ചെയ്യാം. പക്ഷേ കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ മാത്രമായിരിക്കും ജോലി ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർ. ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് മുതലായവയാണ് ഇതിന് ഉദാഹരണങ്ങൾ. സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളുടെ നിർവഹണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓരോ സംസ്ഥാനത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിനെ ഭരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന സർവീസിലുള്ളത്. ഇവരെ നിയമിക്കുന്നത് അതാത് സംസ്ഥാന PSC ആണ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓക്കെ, സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇവരുടെ നേതൃത്വത്തിൽ, അതായത് നേതാവരുടെ ഒരു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സിവിൽ സർവീസിന് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ്, സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ്, സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ്. ഇനി എന്തൊക്കെയാണ് ഈ ബ്യൂറോക്രസി അല്ലെങ്കിൽ സിവിൽ സർവീസ് ചെയ്യുന്നത്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇവർക്കുള്ളത്? ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെല്ലാം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണ്? ഈ ഉദ്യോഗസ്ഥരാണ്, അല്ലേ? അതായത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളായിട്ടുള്ള മന്ത്രിമാരൊക്കെ നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് നയരൂപീകരണം നടത്തുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൽ സജീവമായി പങ്കെടുക്കുക, അതാണ് ഒന്നാമത്തെ ഇവിടെ ചുമതല. അതുപോലെ നയം രൂപീകരിച്ചതിന് ശേഷം അവ നടപ്പാക്കേണ്ട ചുമതലയും ബ്യൂറോക്രസിക്കാണ്. ഓരോരോ ഉദ്യോഗസ്ഥരിലൂടെ ഭരണം നിർവഹിക്കുന്നത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരാണ്. അതായത് യഥാർത്ഥമായി ഭരണം നിർവഹിക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. മന്ത്രിമാർ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു, അതിനനുസരിച്ച് ഭരണം ശരിയായ രീതിയിൽ നിർവഹിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അതുപോലെ നിയമനിർമ്മാണ രംഗത്തും ബ്യൂറോക്രസിക്ക് വളരെ വലിയ പങ്കുണ്ട്. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് കരട് രൂപം തയ്യാറാക്കുന്നത് ആരാണ്? ഈ ഉദ്യോഗസ്ഥരാണ്. ഓരോ നിയമവും തയ്യാറാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കരട് രൂപം, റഫായിട്ടുള്ള രൂപം തയ്യാറാക്കും. അത് തയ്യാറാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അതുപോലെ നിയമത്തിൻ്റെ വിശദ രൂപം നിർമ്മിക്കുന്നതും ബ്യൂറോക്രസിയാണ്. അതുപോലെ ഭരണചട്ടങ്ങൾ രൂപീകരിക്കുക, ഭരണത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ബ്യൂറോക്രസിയാണ്. അതുപോലെ നിയമസഭ അംഗീകരിക്കുന്ന ബില്ലുകൾ നടപ്പാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങളും നിയമങ്ങളും നിർമ്മിക്കുന്നതും ബ്യൂറോക്രസിയാണ്. അതുപോലെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഈ ബജറ്റ് തയ്യാറാക്കുന്നതും അതിനു വേണ്ട വരവ് ചെലവ് കണക്കുകളൊക്കെ തിട്ടപ്പെടുത്തുന്നതും ബ്യൂറോക്രസിയാണ്. അതുപോലെ ഭരിക്കുന്നവരെയും ഭരിക്കപ്പെടുന്നവരായിട്ടുള്ള ജനങ്ങളെയും മാറി മാറി സേവിക്കുന്നതും ഈ ഉദ്യോഗസ്ഥരാണ്. ഓക്കെ, അപ്പോൾ ഭരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ബ്യൂറോക്രസിയാണ്. ഗവൺമെൻറ് എടുക്കുന്ന നിർദ്ദേശങ്ങൾ അത് തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ബ്യൂറോക്രസിയാണ്. ഇപ്പോൾ ഈവൻ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൻ്റെ പ്രസംഗം പോലും തയ്യാറാക്കുന്നത് ആരാണ്? അവരുടെ സെക്രട്ടറിമാരാണ്. അതായത് സെക്രട്ടറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രാജ്യത്തിൽ
സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലായാലും യഥാർത്ഥത്തിൽ ഭരണം നിർവഹിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസിയാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇവരെ മിനിസ്റ്റേഴ്സാണ്. ഇവരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങളാണ്, അല്ലേ? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. അതുപോലെ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭയുടെ കാലാവധി വരെ മാത്രമേ ഇവർക്ക് ആ അധികാരത്തിൽ ഇരിക്കാൻ കഴിയുന്നുള്ളൂ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരായതുകൊണ്ട് രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾക്ക് ജനങ്ങളോട് വളരെ വലിയ ഉത്തരവാദിത്വവുമുണ്ട്. എന്നാൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവിനോ അവർ സിവിൽ സർവൻസ് ആണ്. അവരെ തിരഞ്ഞെടുക്കുന്നതോ അവരുടെ യോഗ്യതക്കനുസരിച്ചിട്ടാണ്, ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്, ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. UPSC നടത്തുന്ന അല്ലെങ്കിൽ PSCകളൊക്കെ നടത്തുന്ന എക്സാമുകൾക്കനുസരിച്ചിട്ടാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ അവരുടെ പാർട്ടി മാറുന്നതിനനുസരിച്ച് അവിടുത്തെ പാർട്ടി ഇവരും മാറുന്നില്ല, അല്ലേ? രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണം കഴിയുന്നതിനനുസരിച്ച് സ്ഥിരം എക്സിക്യൂട്ടീവുകളെ ഒഴിവാക്കുന്നില്ല. അവരുടെ ആ ഒരു പെൻഷൻ പ്രായം എത്തുന്നത് വരെ അവർക്ക് ആ പദവിയിൽ തുടരാൻ കഴിയുന്നുണ്ട്. അതുപോലെ ജനങ്ങളോട് ഇവർക്ക് ഉത്തരവാദിത്തമില്ല. കാരണം ജനങ്ങളല്ല അവരെ തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ജനങ്ങളല്ല അവരെ തിരഞ്ഞെടുക്കുന്നത്, അവരുടെ യോഗ്യതക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഇവർക്ക് നേരിട്ട് ഉത്തരവാദിത്തമൊന്നും ഇല്ല. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ഥിരം എക്സിക്യൂട്ടീവുകൾക്ക് അവർക്ക് അധികാരം കുറവാണ്. പക്ഷേ രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ഈ ഉദ്യോഗസ്ഥരിലൂടെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ നയങ്ങളും നിയമങ്ങളും ഒക്കെ തയ്യാറാക്കുന്നത്. ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാം തയ്യാറാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 2 തരം എക്സിക്യൂട്ടീവുകളാണ് ഉള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും മറ്റൊന്ന് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്ഥിരം എക്സിക്യൂട്ടീവും. ഇതിൽ സ്ഥിരം എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, അല്ലെ? രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്ഥിരം എക്സിക്യൂട്ടീവിനെ കുറിച്ചും അവയുടെ ചുമതലയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് രാജ്യത്ത് ശരിയായ രീതിയിൽ ഭരണം നിർവഹിക്കുന്ന വിഭാഗമാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്. ഭരണത്തിൽ ഇവരെ സഹായിക്കുന്ന വിഭാഗമാണ് ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ ഭരണത്തിൽ സഹായിക്കുന്ന വിഭാഗമാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് കാണുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, അപ്പോൾ നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.